എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 72ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് നമ്മളോടൊപ്പം ഉള്ളത് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. വെൽക്കം ബാക്ക് അങ്കിൾ. നമസ്തേ ഡോക്ടർ. ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതൊരു എല്ലാവർക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ എപ്പിസോഡ് സഹായിക്കും അങ്കിളിൻ്റെ ഉത്തരത്തിലൂടെ എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആത്മീയ പുരോഗതിക്ക് ഗുരുവിലുള്ള വിശ്വാസം അനിവാര്യമാണെന്ന് പറയാറുണ്ടല്ലോ. ഒരു ഹാർട്ട്ഫുൾനെസ് അഭ്യാസിക്ക് അതെന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ആ വിശ്വാസം നമുക്ക് എങ്ങനെ അത് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ ഒരു പുതിയ കാര്യം നമ്മൾ എങ്ങനെ അറിയും അല്ലെങ്കിൽ മനസ്സിലാക്കും, നമ്മളത് പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് നമുക്കത് ഗുണമുള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തും. ഗുണമുള്ളതാണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇത് ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഇപ്പോൾ ഒരു സുഹൃത്ത് നമ്മളോട് പറയാ, നല്ലൊരു സിനിമ വന്നിട്ടുണ്ട് കേട്ടോ, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാം? ഈ സുഹൃത്തിലുള്ള വിശ്വാസം കൊണ്ട് നമ്മളത് കാണാൻ പോകും. എന്നിട്ട് നമ്മൾ സ്വയം വിലയിരുത്തും, അത് നല്ലതാണോ ചീത്തയാണോ. നല്ലതാണെങ്കിൽ സുഹൃത്തിലുള്ള വിശ്വാസം ഒന്നുകൂടി കൂടും. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ സുഹൃത്ത് എന്തു പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും, മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പിന്നീട് അനുഭവം ആവശ്യമില്ലാത്ത സ്ഥിതിയിൽ. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ടുള്ള വിശകലന രീതിയാണ്. ഇവിടെ നമ്മൾ ആത്മീയ യാത്രയിൽ നമ്മുടെ ഹൃദയമാണ് പരീക്ഷണശാല. പരീക്ഷണം നടത്തുന്നത് നമ്മൾ തന്നെ, പരീക്ഷണത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെ.
അപ്പോൾ ഈ മൂന്നും ഒന്നാണ്. ഇതാണ് പ്രത്യേകത. അപ്പോൾ നമുക്കൊരു കാര്യം ഹിതകരമാണോ ഹിതകരമല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഈ പ്രക്രിയ പരമപ്രധാനമാണ്. ഇനി യോഗശാസ്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് പതഞ്ജലി സൂക്തങ്ങളിൽ പതഞ്ജലി മഹർഷി പറയും, വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ജ്ഞാനം അത് ആർജിക്കുന്നതിന് 3 കാര്യങ്ങൾ അദ്ദേഹം പറയും. വ്യവസ്ഥാപിതമായിട്ടുള്ള ജ്ഞാനത്തിന് 3 മാർഗങ്ങൾ. ഒന്ന് പ്രത്യക്ഷം, പിന്നെ അനുമാനം, മൂന്നാമത് ആഗമ പ്രമാണം എന്ന് പറയും. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഫീലിങ്സിലൂടെ, പിന്നെ നമ്മുടെ നിരീക്ഷണങ്ങളിലൂടെ. ഇതിനെയാണ് നമ്മൾ പ്രത്യക്ഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അനുമാനം എന്ന് പറയും. അനുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പിക്കുക. അതിനാണ് അനുമാനം എന്ന് പറയുക, രണ്ടാമത്തെ പദ്ധതി. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളാണ്. വിവേകാനന്ദ സ്വാമികൾ പറയും, എല്ലാ അറിവും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മൂന്നാമത്തെ മാർഗം എന്താണ്? ആഗമ പ്രമാണം എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ വഴിയിലൂടെ നടന്നുപോയ മഹത് വ്യക്തികളുടെ അനുഭവങ്ങളിൽ നിന്ന് അവരെഴുതി വെച്ച പ്രമാണ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതാണ് ആഗമ പ്രമാണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ഈ മഹത് വ്യക്തികളുടെ ബോധത്തിൻ്റെ പരിശുദ്ധി അത് പരമപ്രധാനം. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വശം. ഇനി വിവേകാനന്ദ സ്വാമികളെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, യോഗശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അനുഭവശാസ്ത്രമാണ്. അപ്പോൾ ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്, അതായത് മാർഗശാസ്ത്രം, അല്ലെങ്കിൽ നമ്മളെന്താ മോഡാലിറ്റി. എല്ലാ ശാസ്ത്രങ്ങൾക്കും അതിൻ്റെ ഒരു മോഡാലിറ്റി ഉണ്ട്. രാജയോഗ എന്ന് പറയുന്നത് മനസ്സിനെ ഉപകരണമാക്കിയിട്ട് നമ്മുടെ ആന്തരിക ലോകത്തെ നമ്മൾ വിശകലനം ചെയ്യുന്ന ശാസ്ത്രമാണ്. എങ്ങനെ? ധ്യാനത്തിലൂടെ, ആത്മപരിശോധനയിലൂടെ. വിവേകാനന്ദ സ്വാമികൾ പറയും, മനസ്സ് എന്ന് പറയുന്നത് ഒരു പ്രകാശകിരണം പോലെയാണ്. അത് നമ്മൾ കേന്ദ്രീകരിക്കുന്ന വസ്തുവിനെ അത് പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളുകളി നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ലീഡ്സ് ടു റിവലേഷൻ എന്ന് പറയുന്നത്. ധ്യാനം നമുക്ക് വെളിപാടുണ്ടാക്കും. സാധാരണ നമ്മുടെ മനസ്സ് നമ്മൾ ഉപയോഗിക്കുക എന്തിനാ? പുറത്തുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യാനാണ്. എന്നാൽ ആന്തരികമായിട്ടുള്ളതും ബാഹ്യമായിട്ടുള്ളതും കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതേ രീതിയിലാണ്. മനസ്സ് അതിൻ്റെ മേലെ പ്രയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ബാഹ്യമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ശീലമുള്ളത്. അപ്പോൾ ബാഹ്യമായിട്ട് നമ്മുടെ മനസ്സ് പ്രയോഗിച്ച കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മനസ്സിനെ നമ്മൾ ഉള്ളിലേക്ക് തിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് തിരിക്കുന്ന സമയത്താണ് എങ്ങനെ? ധ്യാനത്തിലൂടെ, ആത്മപരിശോധനയിലൂടെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമുക്ക് ആത്മാവുണ്ടോ, ഈശ്വരനുണ്ടോ, നമുക്ക് ഹിതകരമായത് എന്താണ്, ഹിതകരമല്ലാത്തത് എന്താണ്. അപ്പോൾ വ്യക്തിപരമായ ഒരു ആന്തരിക യാത്രയാണ് ഇത്. ഈ ആന്തരിക യാത്രയിൽ ഗുരുവിൻ്റെ സഹായം പരമപ്രധാനം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സഹായം അനിവാര്യമാണ്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ മാർഗം, അതായത് ആഗമ പ്രമാണം എന്ന് പറയുന്നത് മറ്റ് 2 മാർഗങ്ങളെക്കാൾ
പ്രധാനമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗുരു അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് ഈ മേഖലയിൽ അതിവിദഗ്ധനായിരിക്കും. നമ്മൾ വേദങ്ങളിലൊക്കെ ഋഷിമാരെ എന്താ പറയുക അറിയോ? മന്ത്രദൃഷ്ട, അതുപോലെ തന്ത്രദൃഷ്ട, യന്ത്രദൃഷ്ട എന്നൊക്കെ പറയും. മന്ത്രദൃഷ്ട എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നേരിട്ട് ദർശിച്ചവർ ദൃഷ്ട എന്ന് പറഞ്ഞു. ഉദാഹരണം, നമ്മൾ സ്വതന്ത്രൻ എന്നുള്ള വാക്ക് പറയില്ലേ? സ്വം എന്ന് വെച്ചാൽ ആത്മാവ് എന്നാണ്. തന്ത്രം, ആത്മാവിൻ്റെ തന്ത്രം അറിയുന്ന ആളെയാണ് നമ്മൾ സ്വതന്ത്രൻ എന്ന് പറയും. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന വാക്കല്ലേ അത്, പക്ഷെ അതിൻ്റെ മീനിങ് ഇതാണ്. അപ്പോൾ ഉന്നതമായ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടാവായിരിക്കണം ഗുരു. വിവേകാനന്ദ സ്വാമികൾ സാധാരണ പറയണതാണ്, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ബോധത്തിൻ്റെ വികാസം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാര്യം. അല്ലെങ്കിൽ ബോധത്തിൻ്റെ പരിണാമം. അദ്ദേഹം പറയുക, സമുദ്രനിരപ്പിലുള്ള ഒരു തിൻ ഫിലിം, അത്ര ഒരു ചെറിയ ബാൻഡ് വിഡ്ത്ത് ബോധം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അതിൻ്റെ താഴെ ഒരു മഹാസമുദ്രം, സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. മുകളിലേക്ക് നോക്കിയാൽ ആകാശം, അത് മറ്റൊരു സമുദ്രം പോലെയാണ്. ഇപ്പോൾ ഈ രണ്ട് സമുദ്രത്തിൻ്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച്ഡായി കേൾക്കുന്ന ഒരു ചെറിയ ബോധം മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. നമ്മൾ ആത്മീയ പരിശീലനത്തിലൂടെ ഇതിനെ എല്ലാ ഡയറക്ഷനിലും വികസിപ്പിക്കേണ്ടത്. അപ്പോൾ ബോധത്തിൻ്റെ എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ഒരു ഗുരുവിൻ്റെ സംപ്രേഷണത്തിലൂടെ, എന്താണ് സംപ്രേഷണം? ശുദ്ധമായ ബോധത്തിൻ്റെ പ്രവാഹത്തിലൂടെ ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇവിടെ ബോധത്തിൻ്റെ സങ്കീർണതകളും മാലിന്യങ്ങളും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ദർശനം എന്ന് പറയുന്നത് ഈ സങ്കീർണതകളെയും മാലിന്യങ്ങളെയും അനുസരിച്ചാണ്. നമുക്കറിയാം, ഫിസിക്സിൽ ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ അനിശ്ചിതത്വ നിയമം എന്ന് പറയും. അപ്പോൾ തത്വം ഇതാണ്, അതായത് ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനവും സ്പീഡും നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അത് കണ്ടുപിടിക്കുമ്പോൾ അതിലൊരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം, അതിനെയാണ് അദ്ദേഹം എൻട്രോപ്പി എന്ന് പറയുന്നത്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഡിസോർഡറാണ്. ഇനി ഇലക്ട്രോണിൻ്റെ വേഗതയും സ്ഥാനവും ഒരുമിച്ച് കണ്ടുപിടിക്കാം. എപ്പോൾ? നമ്മളതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോണിനേക്കാൾ സൂക്ഷ്മമാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ വേറൊരു തത്വം പറയില്ലേ, ഈ ഒബ്സർവർ ഇഫക്റ്റ് ഫിസിക്സിലെ. എന്താണത്? നിരീക്ഷകൻ നിരീക്ഷണ വസ്തുവിൽ ഇടപെട്ട് യാഥാർത്ഥ്യം മറ്റൊന്നാക്കി മാറ്റും. അത് ആ നിരീക്ഷകന്റെ ബോധത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും അനുസരിച്ചാണ്. ഉദാഹരണത്തിന്, പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഘടകം എന്താണ് എന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ചിന്ത. തരംഗാണെന്ന് ആദ്യം വിചാരിച്ചു, പിന്നീട് കണികയെന്ന് വിചാരിച്ചു. പക്ഷെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയത്, നമ്മൾ നോക്കുമ്പോൾ കണികയും നോക്കാത്തപ്പോൾ തരംഗമാണ്. ഒരു കോംപ്ലക്സ് റിയാലിറ്റിയാണത്. അതായത് നിരീക്ഷകൻ നിരീക്ഷണ വസ്തുവിൽ ഇൻ്റർഫിയർ ചെയ്യുന്നു. അതായത് തരംഗം കണികയായിട്ട് മാറുന്നു നിരീക്ഷണം കൊണ്ട്. അതിന് കാരണം ഈ ബോധത്തിൻ്റെ സങ്കീർണതകളും മാലിന്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ് ബോധത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്തണമെങ്കിൽ അതിനേക്കാൾ സൂക്ഷ്മമായിരിക്കണം നമ്മൾ.
ആ അർത്ഥത്തിൽ നമുക്ക് ഒരിക്കലും ഗുരുവിനെ വിലയിരുത്താൻ സാധ്യമല്ല. അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്യുന്ന മാർഗത്തിൻ്റെ കാര്യക്ഷമത മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ധ്യാനത്തിലൂടെ, ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ആന്തരിക മണ്ഡലത്തെ അല്ലെങ്കിൽ ബോധത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്ന സമയത്ത് യാഥാർത്ഥ്യം നമുക്ക് അതുപോലെ ദർശിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാത്രിയിൽ, നിലാവുള്ള ഒരു രാത്രിയിൽ ഒരു തടാകത്തിൽ, തടാകം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തടാകം, നിശ്ചലമായ തടാകം, അതിൽ ചന്ദ്രബിംബം പ്രതിഫലിക്കുന്ന പോലെ പ്രതിഫലനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ തടാകത്തിൻ്റെ നിശ്ചലതയും പരിശുദ്ധിയും കൊണ്ട് അതേപോലെ പ്രതിഫലിക്കുക. അതുകൊണ്ട് ബാപ്പുജി മഹാരാജ് പറഞ്ഞു, ഭാരതത്തിലെ ഋഷിമാർ ആത്മീയ പരിശീലനത്തിന് ശേഷമാണ് തത്വചിന്ത ആവിഷ്കരിച്ചത്. അപ്പോൾ യാഥാർത്ഥ്യം അതുപോലെ അവർക്ക് കാണാൻ കഴിയും. അപ്പോൾ ധ്യാനത്തിലൂടെ, ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ആന്തരിക ലോകത്തെ അല്ലെങ്കിൽ ബാഹ്യ ലോകത്തെ, ആന്തരിക മണ്ഡലത്തെ അല്ലെങ്കിൽ ബോധത്തെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്കൊരു ആത്മാവുണ്ടെന്നും ആ ആത്മാവ് ഒരു സാക്ഷിയാകുന്നു. ആത്മാവിൻ്റെ വിവേകം പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് ഹൃദയം. മനസ്സ് ഈ വിവേകത്തെ ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വൈദഗ്ധ്യത്തോടെ പ്രവർത്തിക്കുന്നു. ഇതാണ് നമുക്ക് ആന്തരികമായിട്ടുള്ള ദർശനത്തിലൂടെ മനസ്സിലാവുക, അതായത് ധ്യാനത്തിലൂടെ, ശുദ്ധീകരണത്തിലൂടെ. അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യം അതുപോലെ തന്നെ കാണാൻ കഴിയും. ഇനി നമ്മൾ ജീവിതത്തിൽ നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത് ഓരോരോ വ്യക്തികളെ ആശ്രയിച്ചിട്ടാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ വ്യക്തികളെ ചാരി നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ എല്ലാം പഠിച്ചിട്ടുള്ളത്. താരതമ്യേന അത് എളുപ്പമാണ്. ഗുരുവിലുള്ള വിശ്വാസവും അതുപോലെ തന്നെയാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തികളിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വസ്തുത. ആത്മീയ ജീവിതത്തിലും അതുപോലെ തന്നെ. ഇനി ആന്തരികമായിട്ട് നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട്, ആന്തരിക യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾക്ക് കൂടിച്ചേരണം എന്നുള്ള ശക്തമായ ഇച്ഛാശക്തി, അതിൻ്റെ പിന്നിൽ എന്താണ്? ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഒരു ത്വരയാണത്. അപ്പോൾ ആത്മാവിന് ഈശ്വരനുമായിട്ട് ലയാവസ്ഥ പ്രാപിക്കണം. അതിനുള്ള ദാഹം നമ്മൾ എങ്ങനെ വിശദീകരിക്കും? കാരണം അത് ഉപരിപ്ലവമായിട്ടുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള ബോധത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മൾ അതിനുപയോഗിക്കുന്ന മാർഗത്തെ വിലയിരുത്താൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ആ മാർഗം ശരിയായ മാർഗമായിരിക്കും. എങ്ങനെയാണ് ശരിയായ ഒരു ആത്മീയ മാർഗം നമ്മൾ കണ്ടുപിടിക്കുക? ഭാരതീയ ആത്മീയ ശാസ്ത്രങ്ങളിൽ അതിന് 2 മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ. ഒന്ന് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ഈ ആത്മവിദ്യ പരിപൂർണമായിട്ടും സൗജന്യമാണ്. അതിന് ഫീസ് ഈടാക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് ഫീസ് ഈടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ആത്മീയത ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതാണ് ആദ്യത്തെ മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്, ഇത് പരിശീലിച്ചു തുടങ്ങുമ്പോൾ തന്നെ, തുടക്കത്തിൽ തന്നെ നമുക്ക് ശാന്തി അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത പാത ശരിയായ പാതയിലാണ് നമ്മളെങ്കിൽ
ആത്മാവ് കൂടുതൽ കൂടുതൽ ശാന്തി തന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാർഗം നമുക്ക് പ്രദാനം ചെയ്ത ഗുരുവിൽ സ്വാഭാവികമായിട്ടുള്ള വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ തുടക്കത്തിൽ വിശ്വാസം ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ഒരു പരീക്ഷണമാണ്, ശാസ്ത്രീയമായിട്ടുള്ള മാർഗമാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യം വരുന്നു, വിശ്വാസം വരുന്നു. പക്ഷേ പിന്നീട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അനുഭവങ്ങളും ലക്ഷ്യപ്രാപ്തി. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ ഗുരുവിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം എന്നുള്ളതല്ലേ നമ്മുടെ സബ്ജക്റ്റ്. അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൽ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. തീർച്ചയായും. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. ശരിക്കും ഇതിനെക്കുറിച്ച് ഇനിയും ഡെപ്തായിട്ട് അറിയാനായിട്ടുണ്ടെന്ന് അങ്കിളിൻ്റെ ഈ ഒരു കോൺവെർസേഷനിലൂടെ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്ന് പറഞ്ഞത് വളരെ സയൻറ്റിഫിക് ആയിട്ട്, അതായത് ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നുള്ളതിന് ഉപരി എന്താണ് വിശ്വാസം, അതിനൊരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലൂടെയും കൂടെ അങ്കിളൊരു പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ എക്സ്പെരിമെൻറ്റ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടും ഫെയ്ത്തിനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് അങ്കിൾ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അങ്കിളുടെ ഇൻസൈറ്റ്സിനെ കുറിച്ച് അറിയാൻ. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇതിലൂടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ധ്യാനിക്കാൻ പോവാണ്. അരമണിക്കൂർ 8 to 8:30 to 9 നമ്മുടെ ധ്യാനമാണ്. അതിനുശേഷം 9 to 9:15 യൂണിവേഴ്സൽ പ്രയറോടുകൂടി വൈൻഡപ്പ് ചെയ്യും. ഈ ഒരു ടൈം നമ്മൾ യൂട്യൂബിൽ ഡിസ്കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ആദ്യം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്നവർക്ക് എന്താണ് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാം. ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ഹാർട്ടിലൊരു ഡിവൈൻ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്ന് പറഞ്ഞ് ആണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ആദ്യം ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അറ്റൻഷനെ, ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നമ്മളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതുമായി അനുഭവിച്ച് ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ ധ്യാനിക്കുകയാണ് എന്നുള്ള ഒരു അവയർനെസ്സോടുകൂടി തിരിച്ച് ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഇനി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ. എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എല്ലാ സഹോദരന്മാരുടെ ഹൃദയത്തിലും സ്നേഹവും വിശ്വാസവും വളരുന്നു എന്നുള്ള ഒരു പ്രെയറോടുകൂടി നമ്മളൊരു 15 minutes യൂണിവേഴ്സൽ പ്രെയർ കണ്ടിന്യൂ ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്ത് ധ്യാനത്തിലേക്ക് കടക്കാം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.